ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുമ്പളം വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ്. അപ്പോൾ ഈ കുമ്പളം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, പടുവ മുളച്ചുണ്ടായതാണ്, നമ്മൾ കുഴിച്ചിട്ടതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് കറി വെക്കാൻ എടുക്കുന്നത്. ഒരു 2-3 പേർക്കുള്ള കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ചിരങ്ങയാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് മുറിച്ചപ്പോഴാണ് ഇത് കുമ്പളാണെന്ന് മനസ്സിലാവുന്നത്. സാധാരണ കുമ്പളത്തിൻ്റെ ഇലയിലും കുമ്പളത്തിലൊക്കെ ഒരു ഒര ഉണ്ടാവലുണ്ട്. ഇതിന് അതുണ്ടായിട്ടില്ല. ഇതിൻ്റെ ഇലയിലും ഇല്ല, കുമ്പളത്തിലും ഇല്ല. പിന്നെ ചിരങ്ങൻ്റെ പോലെ തന്നെ നല്ല നീളത്തിലുമാണുള്ളത്. അപ്പോൾ ചിരങ്ങയാണ് തന്നെ വിചാരിച്ചത്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഈ തെങ്ങിന് തടം തുറന്നിട്ടൊക്കെ വളമ ഇടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആ വളമ ഇട്ട സമയത്ത് അതിൽപ്പെട്ട് ഉണ്ടായതാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നീളത്തിലുള്ള കുമ്പളം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പരിപ്പ് വേണം. അത് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ പരിപ്പ് കഴുകി വെച്ചതും കുമ്പളം കഴുകി വെച്ചതൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറി വെക്കുന്നത് പോലെ ചിരങ്ങ വെച്ചിട്ടും വെള്ളരിക്ക വെച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കാം കേട്ടോ. പരിപ്പും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പരിപ്പ് ആദ്യം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരിപ്പ് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്തോളും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ തേങ്ങ മാത്രമാണ് അരക്കണത്, ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ തേങ്ങ അരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങ അരക്കാതെ തന്നെ ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അതിനു വേണ്ടി ചെറിയൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടായപ്പോൾ കടുകിട്ട് കൊടുത്ത് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. തേങ്ങയിൽ ചിലർ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണല്ലോ തേങ്ങ അരക്കൽ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈ തേങ്ങ മാത്രം അരച്ചിട്ടൊന്ന് ചേർത്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല നാടൻ കറികളൊക്കെ തയ്യാറാക്കിയിട്ട് നല്ല ചോറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.